നമസ്കാരം. പ്രധാന വാർത്തകൾ. തോന്നുമ്പോൾ വന്ന് കളിക്കാനാകില്ല. സഞ്ജുവിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഇന്ത്യൻ താരം സഞ്ജു സാംസണിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. തോന്നുമ്പോൾ വന്ന് കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീമെന്ന് KC അധ്യക്ഷൻ ജയേഷ് ജോർജ് പ്രതികരിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കാത്തതിന് കാരണം KCI ആണെന്ന് ശശി തരൂർ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് സഞ്ജു അച്ചടക്കം പാലിക്കണമെന്ന് KCI പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞത്. ഏത് താരമായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു പോളിസിയുണ്ട്. ഏത് താരമായാലും ക്യാമ്പിൽ പങ്കെടുക്കണം. സഞ്ജുവിന് തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീമെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ലെന്ന് സഞ്ജുവാണ് അറിയിക്കേണ്ടത്. ഇതാദ്യ സംഭവമല്ല. രഞ്ജി ട്രോഫിക്കിടെയും കൃത്യമായ കാരണം അറിയിക്കാതെ സഞ്ജു പോയി. ഇതിനെ തുടർന്ന് BCCI അച്ചടക്ക നടപടി എടുത്തോ എന്ന് ചോദിച്ചു. മറ്റു താരങ്ങൾക്ക് റോൾ മോഡലാകേണ്ട സഞ്ജു ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നും ജയേഷ് ജോർജ് വ്യക്തമാക്കി. നെടുമങ്ങാട് അപകടത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് ജോയിന്റ് RTO. വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും റദ്ദാക്കി. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ബസ് ഡ്രൈവറുടെ അലംഭാവമാണ് വാഹനാപകടത്തിലേക്ക് നയിച്ചതെന്ന് ജോയിന്റ് RTO ശരത്ചന്ദ്രൻ പറഞ്ഞു. വൈദ്യുതി തൂൺ ദേഹത്ത് വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. മയ്യിൽ എരിഞ്ഞിറക്കടവ് K ഷീലയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. മരം മുറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നാണിയൂർ സമ്പ്രത്തെ മരിയാക്കണ്ടി മറിയം എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ മരം മുറിക്കാനെത്തിയ സംഘത്തിലുള്ളതാണ് ഷീല. വൈകിട്ടോടെ വലിയ മരം മുറിച്ചു മാറ്റുന്നതിനിടെ മരം സമീപത്തെ വൈദ്യുത തൂണിൽ ഇടിക്കുകയും വൈദ്യുത തൂൺ കടപുഴകി ഷീലയുടെ മേൽ വീഴുകയുമായിരുന്നു. പരിക്കേറ്റ ഷീലയുടെ കൂടെ ജോലി ചെയ്തവരും നാട്ടുകാരും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത്. 3 പേർ അറസ്റ്റിൽ. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 ഏജന്റുമാർ അറസ്റ്റിൽ. വടക്കഞ്ചേരി പോലീസാണ് 3 ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം സ്വദേശി സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തൃശൂർ തയ്യൂർ സ്വദേശി സിബി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എമിഗ്രേഷൻ ആക്ട്, മനുഷ്യക്കടത്ത്, വഞ്ചന കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ ഭാര്യ ജോയ്സിയുടെയും പരിക്കേറ്റ ജയിന്റെ പിതാവ് കുര്യന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ചുരുങ്ങിയത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് 3 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ 3 താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. അർത്തുങ്കൽ ആൻഡ്രൂസ് ബസലിക്ക തിരുനാൾ പ്രമാണിച്ച് ജനുവരി 20-ന് ആലപ്പുഴയിലെ 2 താലൂക്കുകളിൽ പ്രാദേശിക അവധി. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും.